പേപ്പർ 1 UGC നെറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് പേപ്പർ 1-ൽ ഒരുപാട് പ്രോബ്ലം ഭാഗങ്ങൾ വരുന്നുണ്ട്. മാത്തമാറ്റിക്കൽ റീസണിങ്, അതുപോലെ തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, കോംപ്രഹെൻഷൻ, ലോജിക്കൽ റീസണിങ്, അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പല സമയങ്ങളിലും എക്സാമിൻ്റെ സമയത്ത് നമുക്കുണ്ടാവുന്ന ടെൻഷൻ കാരണം നമുക്ക് ഇത് സ്കോർ ചെയ്യാൻ കഴിയാതെ പോകാറുണ്ട്. എളുപ്പമായിരിക്കും, വീട്ടിൽ ചെന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സാം ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരും, അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് മെയിൻ കാരണം പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഉത്തരം നമുക്കറിയാം, ചിലപ്പോൾ നമ്പർ സീരീസ് ആവാം. നമ്പർ സീരീസ് ഇതേപോലെ തന്നെ എളുപ്പമായിരിക്കും. പക്ഷേ എക്സാമിന് നമ്മളെ മുമ്പിൽ 3 മണിക്കൂറാണുള്ളത്. 3 മണിക്കൂർ കൊണ്ട് 150 ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഏകദേശം 1 മിനിറ്റൊക്കെ സമയം ഉണ്ടാവുള്ളൂ. 1 മിനിറ്റ് കൊണ്ട് എത്താനുള്ള വെപ്രാളം കാരണം നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ടെൻഷൻ കാരണം ചിലപ്പോൾ ചെയ്യാൻ കഴിയാതെ പോകുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ. ബ്ലഡ് റിലേഷൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം, എന്നിട്ട് പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ബ്ലഡ് റിലേഷൻ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരാൾ മറ്റൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇയാൾ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ട് അതിൽ എന്ത് ചെയ്യും, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ ചെയ്യാം, ഇങ്ങനെ നോക്കാം. പോയിൻറ്റിങ് ടു pointing to the photograph, the boy Suresh said, "He is the son of the only son of my mother. How Suresh related to the boy?" ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സ് നമുക്ക് നോക്കാം. ആദ്യം എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി, ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തി സ്വയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യനെ കാണണം. സുരേഷ് ഒരാളെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഇതാ പോയിൻറ്റിങ് ടു പാരഗ്രാഫ്, പോയിൻറ്റിങ് ടു എ ഫോട്ടോഗ്രാഫ് ഓഫ് എ ബോയ് സുരേഷ് സെഡ്. ഇപ്പോൾ സുരേഷ് ഒരു ഫോട്ടോഗ്രാഫിലുള്ള ഒരു ബോയിയെ കണ്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ സുരേഷ് ഞാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാവണം എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. അത് സെൽഫ് പ്രൊജക്ഷൻ എന്നാണ് പറയുക. നമ്മളെ ആ ചോദ്യത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യനെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുമായി റിലേറ്റ് ചെയ്ത ആളുകളാണ് ഇവരെന്ന ബോധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. രണ്ടാമതായിട്ട് ഫാമിലി ട്രീ നിർമ്മിക്കണം. ഫാമിലി ട്രീ എങ്ങനെ നിർമ്മിക്കാമെന്ന് പറഞ്ഞുതരാം. പിന്നെ അടുത്തത് ഫാമിലി ട്രീ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫാമിലി ട്രീ നിർമ്മിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഫാമിലി ട്രീയുടെ ചില പ്രത്യേകതകളുണ്ട്. മെയിലാണെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ സ്ക്വയറാണ് കൊടുക്കുക മെയിൽ. ഓക്കെ, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പ്ലസ് എന്നും കൊടുക്കാറുണ്ട്. ചില ആളുകൾ ഇങ്ങനെ കൊടുക്കും, പ്ലസ് സ്ക്വയർ. വേണ്ട, എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ കൊടുക്കാം. ഓക്കെ, സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്, സ്ക്വയറാണ് കൊടുക്കാറ്. ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൗണ്ട് കൊടുക്കും, സർക്കിൾ കൊടുക്കും. ഓക്കെ, ചില ആളുകൾ മൈനസ് ആണ് കൊടുക്കുക, ചില ആളുകൾ സർക്കിൾ കൊടുക്കും. ജനറലി ഈ 2 മെത്തേഡുകളും മാത്സ് പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ചില ആളുകൾ രണ്ടും കൂടെ ഒന്നിച്ചിടും. ഇതാ ഇങ്ങനെ സർക്കിളും ഒരു വരയിടും. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, സർക്കിൾ ഇടാം. സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ എങ്ങനെ യൂസ് ചെയ്യാം, സർക്കിൾ. പിന്നെ അടുത്ത ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ, മാരിറ്റൽ ബോണ്ടാണെങ്കിൽ ഇവ തമ്മിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു സമം വരച്ചിട്ട് എന്ത് ചെയ്യും, റിലേറ്റ് ചെയ്യും. ഉദാഹരണം, ഇതിപ്പോൾ ഇതൊരു മെയിലാണ്, ഫീമെയിലാണ്. രാജുവിൻ്റെ ഭാര്യയാണ് സീമ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രാജുവിനൊരു സ്ക്വയർ വരയ്ക്കും, സീമയ്ക്ക് ഒരു റൗണ്ട് വരയ്ക്കും. എന്നിട്ട് ഇവ തമ്മിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ബന്ധിപ്പിക്കും. അപ്പോൾ എന്ത് മനസ്സിലായി, ഇവ തമ്മിലുള്ള ഒരു മാരിറ്റൽ ബോണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി സഹോദരന്മാരാണ്, സിബ്ലിങ്സ് ആണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ ഒറ്റ ലൈൻ കൊണ്ട് ബന്ധിപ്പിക്കും. ഉദാഹരണമായിട്ട് ബാബുവിൻ്റെ സഹോദരനാണ് സാബു. ബാബു സാബു.
ബാബുവിൻ്റെ സഹോദരനാണ് സാബു എന്ന് പറയുമ്പോൾ എങ്ങനെ വരയ്ക്കാം? ഒരു വര വരയ്ക്കാം. ഓക്കെ, ഇനി ഇതൊക്കെ ലൈനിങ് താഴത്തേക്കാണെങ്കിലും ഇതേപോലെ തന്നെ വരയ്ക്കട്ടോ. ലീനിയൽ ഡിസെൻറ്റ്, ബാബുവിൻ്റെ മകനാണ് സാബു. അപ്പോൾ എങ്ങനെ വരയ്ക്കുക? അതാ ഇങ്ങനെ താഴത്തേക്ക് വരയ്ക്കും. ഓക്കെ, ബാബുവിൻ്റെ മകൻ സാബു. ഇതാണ് ജനറലി സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്, ബ്ലഡ് റിലേഷനിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇത് ഇല്ലെങ്കിൽ നമുക്കിത് വരയ്ക്കാതെ മനസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. UGC നെറ്റ് എക്സാമിന് നിങ്ങൾ പോകുന്ന സമയത്ത് ഓൺലൈൻ എക്സാം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു പേനയും ഒരു പേപ്പറും തരും. ആ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വരയ്ക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കാം. പിന്നെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പേര് വെച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പേര് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് ഇപ്പോൾ പേര് വെച്ചിട്ട് ഇപ്പോൾ ഒരു പേര് പറഞ്ഞു, ആ പേര് മെയിലാണോ ഫീമെയിലാണോ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ രാധ എന്ന് പറഞ്ഞ പേര് വന്നു, രാധ എന്ന ഒരു ഫീമെയിലാണെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റൗണ്ട് വരയ്ക്കും. അങ്ങനെ റൗണ്ട് വരയ്ക്കാൻ പാടില്ല. പേര് വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മെയിലാണോ ഫീമെയിലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മെയിലാണോ ഫീമെയിലാണോ തിരിച്ചറിയണമെങ്കിൽ എന്തൊക്കെ വേണം, ഹി, ഷീ, അങ്ങനെയുള്ള വേർഡ്സ്, ഹിസ്, ഹെർ, അങ്ങനെയുള്ള വേർഡ് ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള വേർഡുകൾ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ വരണം, ഒരു പേജ് പുറത്ത് ചെയ്തു. ഓക്കെ, ഇവിടെ തന്നെ ഫാദർ, മദർ, ബ്രദർ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാദർ മെയിലായിരിക്കും, മദർ ഫീമെയിലായിരിക്കും, ബ്രദർ മെയിലായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പേര് വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മെയിലാണ് ഫീമെയിലാണെന്ന് പറയാൻ പറ്റില്ല. വൈഫ്, ഡോട്ടർ, ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്രമേ നമ്മൾ സ്ക്വയർ ആണോ സർക്കിളാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ പേര് വെച്ചിട്ട് ഒരിക്കലും പറയരുത്, ഉത്തരം തെറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ റിവേഴ്സ് മാപ്പിംഗ് ചെയ്യണം. ഉദാഹരണമായിട്ട് ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി, എ ബിയുടെ എ റിലേറ്റഡ് ടു ബി, എ റിലേറ്റഡ് ടു ബി, അങ്ങനെയല്ല ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മൾ തിരിച്ച് ചോദിക്കണം, ബിയുടെ ആരാണ് എ. അങ്ങനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ചില ക്വസ്റ്റ്യൻ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല, എങ്കിലും ചിലപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറേ ആൾക്കാർ, കോംപ്ലിക്കേഷനൊന്നും ഉണ്ടാവില്ല, 1 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനേ വരുള്ളൂ. പക്ഷേ ഇത് കാണുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാരുടെ പേരൊക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ മതി, ബിയുടെ ആരാണ് എ, അങ്ങനെ നോക്കുക. ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഓൺലി സൺ അല്ലെങ്കിൽ ഓൺലി ഡോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. ഷീ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ്, ഷീ ഈസ് ദ ഓൺലി സൺ ഓഫ്, ഹീ ഈസ് ദ ഓൺലി സൺ ഓഫ്. ഓൺലി വെച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. ഓൺലി ഡോട്ടർ ഓഫ്, ഓൺലി സൺ ഓഫ്, ഓൺലി ഡോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. അതൊരിക്കലും എന്തല്ല, അതൊരു ട്രാപ്പാണ് ശരിക്ക്. അത് ശരിക്ക് അയാൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സങ്കല്പിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഓൺലി എന്ന് പറഞ്ഞ വാക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ സിസ്റ്റേഴ്സ് ഉണ്ടായേക്കാം, മൾട്ടിപ്പിൾ ആയ ആൾക്കാരുണ്ടായേക്കാം. ഓൺലി എന്ന വാക്ക് വരുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെ ചില സമയത്ത് മറ്റൊരു എന്താണ്, ചില നെയിംസ്, ചില പേരുകൾ വരുന്ന സമയത്ത് ബ്രദർ ഇൻ ലോ, അതുപോലെ തന്നെ ബ്രദർ ഇൻ ലോ എന്ന പേര് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ സ്പോസസിൻ്റെ ബ്രദർ ആവാം. ഇങ്ങനെ ബ്രദർ ഇൻ ലോ 2 രീതിയിൽ വരാം. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും ആവാം, അതുപോലെ തന്നെ സ്പോസസിൻ്റെ ബ്രദറും ആവാം. അപ്പോൾ ഒരു വാക്ക് വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ആ വാക്കിൽ അത് ചിലപ്പോൾ അംബിഗ്യസ് ആയിട്ടുള്ള വേർഡാവും. ബ്രദർ ഇൻ ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. പിന്നെ വേറെ ചിലപ്പോൾ ചില ലീനിയേജ് പറയില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ്, ഒരു റിലേഷൻഷിപ്പ് പറയണം. അപ്പോൾ ഉദാഹരണമായിട്ട്
നമ്മൾ അങ്കിൾ എന്ന് മാത്രമേ പറയണുള്ളൂ. അപ്പോൾ നമുക്ക് മെറ്റേണൽ അങ്കിളും ആവാം, പെറ്റേണൽ അങ്കിളും ആവാം, മദറിൻ്റെ ബ്രദറും ആവാം, ഫാദറിൻ്റെ ബ്രദറും ആവാം. അങ്ങനെയാണ് നമ്മൾ അങ്കിൾ എന്ന് പറയാം. അത് അങ്ങനെ ഈ അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ലീനേജ് വരികയാണെങ്കിൽ അത് ഫാദറിൻ്റെ ബ്രദറായിട്ട് കണക്കാക്കണം. ഓക്കെ, ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് വരില്ല, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ചിത്രം വരയ്ക്കുന്ന സമയത്ത് മൈൻഡ് മാപ്പിംഗ് നിർബന്ധമാണ്. മൈൻഡ് മാപ്പിങ്ങിലൂടെ മാത്രമേ ഇതിൻ്റെ ആൻസറിലെത്താൻ പറ്റുള്ളൂ. മെയിലാണെങ്കിൽ സ്ക്വയർ, ഫീമെയിൽ ആണെങ്കിൽ സർക്കിള്. ചില സമയത്ത് നമുക്ക് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യും, സ്ക്വയർ അല്ലെങ്കിൽ പ്ലസ് പറയാറുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് പറഞ്ഞതാണ്. ചില നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ച ആളുകളായിരിക്കും. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറയുന്നു, അങ്ങനെയല്ലല്ലോ ഇങ്ങനെ പറഞ്ഞു, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഒന്നിച്ചിട്ടത്. സ്ക്വയറും പ്ലസ് ഇട്ടത്. നിങ്ങൾ പ്ലസ് ഇടണ്ട, സ്ക്വയർ ഇട്ടാൽ മതി. പിന്നെ മൈനസോ അല്ലെങ്കിൽ സർക്കിളോ ഫീമെയിൽ ആണെങ്കിൽ അപ്പോൾ സർക്കിൾ ഇട്ടാൽ മതി. പിന്നെ വിവാഹിതരാണെങ്കിൽ ഇങ്ങനെ 2 വരടും, ബ്രദേഴ്സ് ആണെങ്കിൽ 1 വരടും, സിസ്റ്റേഴ്സ് ആണെങ്കിൽ 1 വരടും. ഇനി മക്കളാണെങ്കിൽ താഴത്തേക്കാണ് ഇടാം, ഫാദർ സണ്ണ്. ഓക്കെ, ഇത് മനസ്സിലേക്ക് വെക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിക്ക് നോക്കാം. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ഒരു 30 അല്ലെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്ത് ചെയ്യാം, അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ വായിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടല്ലോ അല്ലേ, സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഒന്നുകൂടെ വേണമെങ്കിൽ വലുതാക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. പോയിൻറ്റിങ് ടു ദ ഫോട്ടോഗ്രാഫ് ഓഫ് എ ബോയ്, സുരേഷ് സെഡ്, ഹീ ഈസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹൗ ഈസ് സുരേഷ് റിലേറ്റഡ് ടു ദ ബോയ്. ക്വസ്റ്റ്യൻ സിമ്പിളാണ്, പക്ഷേ ഇത് കൺഫ്യൂസിങ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എക്സാമിൻ്റെ സമയത്താണ് ഇത് നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെയായാലും കൺഫ്യൂഷൻ വരും. കാരണം ഇത് ക്വസ്റ്റ്യൻ വായിച്ചാൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു വാക്ക് പോലെ തോന്നും. ഹീ ഈസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് ദ മദർ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? ഹീ ഈസ് ദ ഹീ ആരാണ്? ഒരു ഫോട്ടോഗ്രാഫുള്ള ഒരാളെ നമുക്ക് വരയ്ക്കാം. ഹീ ഫോട്ടോഗ്രാഫുള്ള ആളാണ്. ഹീ ഈസ് ദ സൺ ഓഫ്, ഒരാളെ സണ്ണാണല്ലോ, സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് ഹെർ മദർ. ഇവിടെ 2 രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബാക്കിൽ നിന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് നോക്കിയാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. മൈ മദർ, ആദ്യം മൈ മദർ കൊണ്ട് എടുക്കാം, കൺഫ്യൂസിങ് ആവാതിരിക്കാം. മൈ മദർ ബാക്കിൽ നിന്നാണ്, റിവേഴ്സ് മെത്തേഡാണ് പറയുന്നത്. ബാക്കിൽ നിന്ന് നോക്കട്ടോ, മൈ മദർ. അപ്പോൾ ഒരു മദർ എന്ന് പറഞ്ഞാൽ മെയിലാണല്ലോ അല്ലേ, മെയിൽ മദർ ആകുമ്പോൾ താഴത്തേക്ക് വരയ്ക്കും. ഓക്കെ, സ്ക്വയർ. ഇത് മദറാണ്, ഇതാരാണ്? മൈ മദർ. മൈ മദർ എന്ന് പറഞ്ഞാൽ ആരെ മദറാണ്? സുരേഷിൻ്റെ മദറാണ് കേട്ടോ. എൻ്റെ മദർ എന്നല്ല ഇയാൾ പറഞ്ഞ, അപ്പോൾ സുരേഷ്. സൺ ഓഫ്, ഓൺലി സൺ ഓഫ് മൈ മദർ. ഓൺലി സൺ ഓഫ് മൈ മദർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. പിന്നെ ഹീ ഈസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ. അപ്പോൾ സുരേഷിൻ്റെ ഓൺലി സൺ. ഓക്കെ, സിമ്പിളാണ്. ആരാണ്? ബോയ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, സുരേഷ്, ഹൗ ഈസ് സുരേഷ് റിലേറ്റഡ് ടു ദ ബോയ്. അപ്പോൾ സുരേഷ് ഈ ബോയുടെ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് കൺഫ്യൂസിങ് ആവില്ല, സിമ്പിളാണ്. സുരേഷ് ബോയുടെ ആരാണ്? സുരേഷ് ബോയുടെ ആരാണ് ശരിക്ക്? പറയൂ, ഇർഫാനെ പറയൂ, ആരാണ്? ഫാദർ. യെസ്, ഫാദർ. ബോയ് ഫാദർ.
അപ്പോൾ ആൻസർ എന്താണ്? ഫാദർ എന്നാണ് ആൻസർ. ഇത് വളരെ സിമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻട്രൊഡ്യൂസിങ് എ ഗേൾ, വിപിൻ സെറ്റ്. ഒരു പെൺകുട്ടിയാണ് പരിചയപ്പെടുത്തുന്നത്. വിപിനാണ് പറയുന്നത്, ഹെർ മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ ഇൻ ലോ. ഓക്കെ, ഹെർ മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ ഇൻ ലോ. അപ്പോൾ മൈ മദർ ഇൻ ലോ അവസാനത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാം എളുപ്പത്തിന്. മൈ മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ്? വിപിനല്ല പറയുന്നത്. അപ്പോൾ ആദ്യം വിപിനെ വരക്കാം. വിപിൻ്റെ മദർ ഇൻ ലോ ആവണം എന്ത് ചെയ്യണം? വിപിനൊരു ഭാര്യ ഉണ്ടാവണം. വിപിൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ നമ്മൾ വരക്കുക? 2 വരാണ് വരക്കുക കേട്ടോ. വിപിൻ്റെ വൈഫ്. അപ്പോൾ വിപിൻ്റെ വൈഫിൻ്റെ മദർ ഇൻ ലോ അല്ലേ, മൈ മദർ ഇൻ ലോ. ഓക്കെ, ഇവിടെ നിന്ന് ലാസ്റ്റ് എടുത്തു മൈ മദർ ഇൻ ലോ. മദർ ഇൻ ലോ വരക്കുമ്പോൾ എങ്ങനെ വരക്കുക? വൈഫിൻ്റെ മദർ ഇൻ ലോ. യെസ്. അപ്പോൾ വിപിനായി, വിപിൻ്റെ വൈഫായി, വൈഫിൻ്റെ മദറായപ്പോൾ മദർ ഇൻ ലോ. അപ്പോൾ എങ്ങനെ? ഹെർ മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ ഇൻ ലോ. ഈ മദറിൻ്റെ മൈ മദർ ഇൻ ലോയുടെ ഓൺലി ഡോട്ടർ. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? വിപിന്, വൈഫ്, മദർ, പിന്നെന്ത് ചെയ്യും? അപ്പോൾ ഗേള്. ഓക്കെ, എങ്ങനെ വരിക? താഴത്തേക്കാണ് വരിക ഗേൾ. എങ്ങനെ വായിക്കാം? ഹെർ മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ ഇൻ ലോ. അത് സിമ്പിളാണ്. വിപിൻ്റെ വൈഫിൻ്റെ മദർ ഇൻ ലോ അല്ലേ? വിപിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓൺലി ഡോട്ടർ ഓഫ് ആരെ? ഇവരുടെ അതായത് ഈ ഗേളിൻ്റെ ഓൺലി മദറിൻ്റെ ഓൺലി ഡോട്ടറാണ് ആര്? ഈ വിപിൻ്റെ വൈഫ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗേൾ ഇവിടെ വരും. മദറാണ് ആര്? വിപിൻ്റെ വൈഫ്. വിപിൻ ഫാദർ ആവും. അവരെ ഗ്രാൻഡ് മദറാണ് ആര്? മദർ. കൺഫ്യൂസിങ് ഉണ്ടാവില്ല, എന്നൊരു സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ബാക്കിക്കാണ് നോക്കേണ്ടത്. മദർ ഇൻ ലോ ആദ്യം വരയ്ക്കും. മദർ ഇൻ ലോ വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് വരും? മകൾ വരും. മകളുടെ ഭർത്താവും ഓട്ടോമാറ്റിക് വരും. പിന്നെ ഓൺലി ഡോട്ടർ ഓഫ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് ഹെർ മദർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഗേളുടെ മദർ എന്ന് പറഞ്ഞാൽ ഗേൾ ഇവിടെ വരച്ചു. ഗേളുടെ മദർ. ഓക്കെ, ഗേൾ മദർ എന്ന് പറഞ്ഞാൽ ഗേളുടെ മദർ പറഞ്ഞാൽ വിപിൻ്റെ ഹസ്ബൻഡാണ്, ഗേളുടെ അമ്മയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഗ്രാൻഡ് മദർ. ഓക്കെ, കൺഫ്യൂസിങ് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ആരാണ്? ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഈസ് വിപിൻ റിലേറ്റഡ് ടു ദ ഗേൾ? വിപിന് ഗേളിൻ്റെ ആരാണ്? ക്വസ്റ്റ്യൻ ആരാണ്? പറയൂ. ഫാദർ. യെസ്, ഫാദറാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള 35 ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിട്ട് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം? വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ചും കൂടെ മറ്റേനേക്കാളും എണ്ണം കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് 3-4 ചെയ്യുന്നത്. പോയിൻറ്റിങ് ടു എ ലേഡി, മാൻ സെറ്റ്. ഓക്കെ, ദ സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ ഈസ് ദ ബ്രദർ ഓഫ് മൈ വൈഫ്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രദർ ഓഫ് മൈ വൈഫ് വയ്ക്കണം. ബ്രദർ ഓഫ് മൈ വൈഫ് വെക്കണമെങ്കിൽ ആദ്യം ആര് വരക്കണം? മാന്. പോയിൻറ്റിങ് ടു എ ലേഡി, മാൻ സെഡ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ മാൻ എന്ന് പറഞ്ഞാൽ ഞാനാണ് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ വൈഫ് ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ എന്താണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഓക്കെ, എന്താണ്? ബ്രദർ ഓഫ് മൈ വൈഫ്, എൻ്റെ വൈഫിൻ്റെ ബ്രദർ. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വൈഫിൻ്റെ ബ്രദർ ഇങ്ങനെ വരും. ഓക്കെ, വൈഫിൻ്റെ ബ്രദർ വന്നു. ഓക്കെ, അപ്പോൾ ഈ വൈഫിൻ്റെ ബ്രദർ ദ സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ ഈസ് ദ ബ്രദർ ഓഫ് മൈ വൈഫ്.
സൺ ഓഫ് ഹർ ഓൺലി ബ്രദർ ഈസ് ദ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, സണ്ണ് വരയ്ക്കുമ്പോൾ മുകളിലേക്ക് സൺ ഓഫ് ഹർ ഓൺലി ബ്രദർ ഓൺലി ബ്രദർ ഈസ് ദ ബ്രദർ ഓഫ് മൈ വൈഫ്. ഓക്കെ, അപ്പോൾ അതായത് ഇങ്ങനെ വരും. ഇപ്പോൾ ലേഡിയാണ് പോയിന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലേഡിയെ പോയിന്റ് ചെയ്തുകൊണ്ട് എന്ത് പറയുന്നു? സൺ ഓഫ് ഹർ ഓൺലി ബ്രദർ. ഓക്കെ, സൺ ഓഫ് ഹർ ഓൺലി ബ്രദർ. ഓക്കെ, അപ്പോൾ ഷീ ഉണ്ട്, ആരാണ്? ലേഡി. ഈ ലേഡിയുടെ ഒരു ബ്രദർ ഉണ്ട് അല്ലേ, ബ്രദർ. സൺ ഓഫ് ബ്രദർ എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ ബ്രദറാണ്. ഓക്കെ, അപ്പോൾ ലേഡിയായി, ലേഡിയുടെ ബ്രദറായി, ബ്രദറിൻ്റെ സണ്ണ്. ഓക്കെ, സൺ ഓഫ് ഹർ ഓൺലി ബ്രദർ. അപ്പോൾ ബ്രദറിൻ്റെ സണ്ണ് ഈസ് ദ ബ്രദർ ഓഫ് മൈ വൈഫ്. അപ്പോൾ ആരാണ്? മാന് ആണ് ഇയാൾ, അയാളുടെ വൈഫാണിത്, അയാളുടെ ബ്രദറാണ് ഇവിടെ പറഞ്ഞത്. ഈ ബ്രദർ ഇനി ബാക്കിലേക്ക് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൺ ഓഫ് ഹർ ഓൺലി ബ്രദർ. ഷീ ആ ലേഡിയാണ്, ലേഡി, ഹർ ബ്രദറിൻ്റെ സണ്ണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരക്കും. വിശദീകരിക്കുമ്പോൾ ഓവർ കൺഫ്യൂഷൻ ആവുന്നത് സംഭവം സിമ്പിളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ ഈസ് എ ലേഡി റിലേറ്റഡ് ടു മാൻ? ലേഡി റിലേറ്റഡ് ടു ദ മാൻ. ഈ ലേഡിയും ഈ മാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ആരാണ് പറയാം? ആൻസർ എന്താണ്? മദേഴ്സ് സിസ്റ്റർ ആണോ? ഗ്രാൻഡ് മദർ ആണോ? സിസ്റ്റർ ഓഫ് ഫാദർ ഇൻ ലോ ആണോ? മെറ്റേണൽ അങ്കിൾ ആൻഡ് ആണോ? ആരായിരിക്കും? ആരെങ്കിലും പറയൂ. വിനോദ്. ഇവിടെ ഏതാണ്? കിട്ടിയില്ല. ഓക്കെ, അത് സംഭവം സിമ്പിളാണ്. ഇവിടെ ശരിക്കും നോക്കാം. ലേഡിയുടെ ബ്രദർ. ഓക്കെ, ലേഡിയെ പോയിന്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഹെർ ഓൺലി ബ്രദർ, അദ്ദേഹത്തിൻ്റെ ബ്രദർ. ഓക്കെ, ബ്രദറിൻ്റെ സണ്ണ്. ഓക്കെ, സണ്ണിൻ്റെ സണ്ണെന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് പറഞ്ഞത്? ബ്രദർ ഓഫ് മൈ വൈഫ്. അപ്പോൾ ഇവർക്കൊരു സഹോദരി ഉണ്ടായിരിക്കും. സഹോദരി ആരുടെ വൈഫാണ്? ഈ പറയുന്ന ആളെ വൈഫാണ്. അപ്പോൾ ഈ പറയുന്ന ആൾ ഈ ലേഡിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തതാണ്? അപ്പോൾ ഇവരെന്താണ്? ഇവരെ ഫാദറാണ് ഇയാൾ. ഓക്കെ, ഫാദർ അല്ലേ, വൈഫിൻ്റെ ഫാദർ ഇയാൾ. അപ്പോൾ ഫാദറിൻ്റെ സഹോദരിയെ എന്ത് പറയും? ഇവർ രണ്ടുപേരുടെയും ഫാദറാണ് ഇയാൾ. ഫാദറിൻ്റെ സഹോദരി അല്ലേ ഇയാൾ. ഫാദറിൻ്റെ സഹോദരി എന്ത് പറയും? ആര്? ഭർത്താവ് എന്ത് പറയും? ഫാദർ ഇൻ ലോ ഓഫ് സിസ്റ്റർ ഓഫ് ഫാദർ ഇൻ ലോ. റെഡി അല്ലേ? ശരിയല്ലേ? കൺഫ്യൂസിങ് ആയോ? കൺഫ്യൂസിങ് ആ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ, ഒന്നുകൂടെ വരയ്ക്കാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഓക്കെ, പോയിൻറ്റിങ് ടു എ ലേഡി. ഒരു ലേഡിയെ പോയിന്റ് ചെയ്തിട്ടാണ് ആര് പറയുന്നത്? ഒരാൾ പറയുന്നത്. ലേഡി ആദ്യമാണ് വരക്കാം. ലേഡി. ഓക്കെ, മാൻ സെഡ് ദ സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ. ഇവളുടെ, അതായത് ഈ ലേഡിയെ പോയിന്റ് ചെയ്ത ആളുണ്ടല്ലോ, ഇവരുടെ ഓൺലി ബ്രദർ, ഇവർക്ക് ആകെ ഒരു ബ്രദറേ ഉള്ളൂ. അപ്പോൾ ബ്രദറിനെ എങ്ങനെ വരച്ചു? ഇങ്ങനെ വരച്ചു. ഓക്കെ, ഓൺലി ബ്രദർ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ബ്രദർ ഒന്നുമില്ല, ഒരു ബ്രദർ. സൺ ഓഫ് ഓൺലി ബ്രദർ. ഈ ബ്രദറിന് ഒരു സൺ ഉണ്ടാവും അല്ലേ? സൺ ഓഫ് ദ ഓൺലി ബ്രദർ. അപ്പോൾ ഇവരുടെ ഓൺലി ബ്രദറിന് ഒരു സൺ ഉണ്ടായിരിക്കും. ഓക്കെ, സൺ. പിന്നെ ഈ സണ്ണിനെ പറ്റിയാണ് പറയുന്നത്. ആരാണ്? ഹി ഈസ് ദ ബ്രദർ ഓഫ് മൈ വൈഫ്. എൻ്റെ ഭാര്യയുടെ ബ്രദറാണ് അയാൾ. ആര്? ഇയാൾ. അപ്പോൾ ഇയാൾക്ക് ഈ പറയുന്ന ആൾ
ആരാണ്, ഒരാളുണ്ടാവും, അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരിക്കും. ഈ ഭാര്യയുടെ ബ്രദർ ആയിരിക്കും ആര്, ഈ ബ്രദർ എന്ന് പറയുന്നത്. അതായത് ലേഡിയുടെ സഹോദരൻ്റെ മകൻ. ഓക്കെ, പറയുന്ന ആളാരാണ്, മാൻ. ഇയാളാണ് പറയുന്ന ആൾ. ഇയാൾ പറയുന്നതാണ് ദ സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ ഈസ്, സൺ ഓഫ് ഓൺലി ബ്രദർ, സണ്ണ് ആദ്യം വരച്ചു, സണ്ണിൻ്റെ ഇവരുടെ ലേഡിയുടെ ഓൺലി ബ്രദറിൻ്റെ സണ്ണ്. ഇത് ക്ലിയർ ആയില്ലേ? ഓക്കെ, സൺ ഓഫ് ഓൺലി ബ്രദർ. ബ്രദർ വരച്ചതിന് ശേഷം ബ്രദർ ആരാണെന്നാ പറഞ്ഞത്, ബ്രദർ ഓഫ് മൈ വൈഫ്. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് വരച്ചു. കൺഫ്യൂസിങ് ആണ്. അപ്പോൾ റെഡി ആയോ? തസ്നീം, റിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിതാണ്, ഇതാണ് ആള് ആര്, മാൻ എന്ന് പറഞ്ഞ ആൾ. ഇയാളും ഈ ലേഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചത്. ഹൗ ദ ലേഡി റിലേറ്റഡ് ടു ദ മാൻ. ലേഡി ഇയാളുടെ ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇയാളുടെ ആരാന്നാണല്ലോ ചോദ്യം അല്ലേ. ഇയാളാരാണ്, ഇയാൾ മകനാണ്. ഇവരുടെ രണ്ടുപേരുടെയും പിതാവാണ് ആര്, ഇയാൾ ഫാദർ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഫാദർ ആകുമ്പോൾ ഇത് ഫാദർ ഇൻ ലോ ആയിരിക്കും. കാരണം ഇവരുടെ ഭർത്താവല്ലേ ഇവർ ഭർത്താവാണ് ഈ ലേഡിയുടെ. അതായത് ഇവരുടെ മകൻ്റെ ഭർത്താവാണ് ആര്, ഈ പറയുന്ന ആൾ മാൻ. അപ്പോൾ ഇത് ഫാദർ ഇൻ ലോ ആണ്. ആര്, ഇയാളെ റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ഫാദർ ഇൻ ലോ. ഓക്കെ, ഈ ഫാദർ ഇൻ ലോൻ്റെ സിസ്റ്റർ ആണല്ലോ ഇയാൾ അല്ലേ. ഓൺലി ബ്രദർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആകെ ഒരു ബ്രദറല്ലേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ബ്രദറാണ് ആര്, ഇയാളുടെ ഫാദർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫാദറിൻ്റെ ബ്രദർ, ഫാദർ ഇൻ ലോയുടെ ബ്രദർ, സിസ്റ്റർ മാറിയതാണ്, സിസ്റ്റർ. ഇവരുടെ സിസ്റ്റർ അല്ലേ ഇത്, ഇവരുടെ രണ്ടുപേരുടെയും ഫാദറാണ് ഇയാൾ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഈ ഫാദറിൻ്റെ സിസ്റ്റർ, അതായത് ഇവർ രണ്ടിൽ സിസ്റ്ററാണ്. ഇവർ ബ്രദറാണെങ്കിൽ ഇവർ സിസ്റ്ററാണല്ലോ. അപ്പോൾ ഇവർ ബ്രദറും ഇവർ സിസ്റ്ററുമായി. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് എത്താം, സിസ്റ്റർ ഓഫ് ഫാദർ ഇൻ ലോ. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് സംഭവം വളരെ എളുപ്പമാണ്. നമുക്കിതിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാലേ ഈ കൺഫ്യൂഷൻ തീരുള്ളൂ. അപ്പോൾ ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ തരാം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, എ വുമൺ ഇൻട്രഡ്യൂസസ് എ മാൻ ആസ് എ സൺ ഓഫ് ദ ബ്രദർ ഓഫ് ഹെർ മദർ. സൺ ഓഫ് ദ ബ്രദർ ഓഫ് ഹെർ മദർ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സൺ ഓഫ് ദ ബ്രദർ ഓഫ് ഹെർ മദർ. അപ്പോൾ ഇതിൽ നമുക്ക് അവസാനത്തെ വേർഡ് അങ്ങോട്ട് എടുക്കാം. അതും പല ഭാഗത്ത് നിന്ന് നമുക്ക് എടുക്കാം കേട്ടോ. അത് ഒരു ഓർഡർ ഒന്നുമില്ല, ഇന്ന ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങണം, ഇന്ന ഭാഗത്ത് നിന്ന് അവസാനിപ്പിക്കണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എളുപ്പം എന്ത് ചെയ്യാണ്, അവസാനത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അവസാനത്തിൽ നിന്ന് എടുക്കുന്ന സമയത്തും ചില കൺഫ്യൂഷൻസൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നത് അവസാനത്തിൽ നിന്ന് എടുക്കുന്നതാണ്. ഇപ്പോൾ ഹെർ മദർ. അപ്പോൾ ഹെർ മദർ എന്ന് പറഞ്ഞാൽ ഒരു ലേഡി ഉണ്ടായിരിക്കും, ലേഡിക്കൊരു മദർ ഉണ്ടാവും. ഓക്കെ, ഇൻട്രൊഡ്യൂസസ് എ മാൻ എന്ന് പറഞ്ഞിട്ട് മദർ. ബ്രദർ ഓഫ് ഹെർ മദർ, ആദ്യം നമ്മൾ മദർ എടുത്തു, ഹെർ മദർ എടുത്തു. അപ്പോൾ ഹെർ എന്ന് പറഞ്ഞാൽ ഒരു ലേഡി ഉണ്ടായിരിക്കും, ഈ ലേഡിയുടെ മദറിനെ വരച്ചു, ഇവർ മദറാണ്. ബ്രദർ ഓഫ് ഹെർ മദർ, ഇപ്പോൾ ബ്രദർ, ഈ മദറിനൊരു സഹോദരൻ ഉണ്ടായിരിക്കും, ഇപ്പോൾ ബ്രദറിനൊരു സഹോദരൻ നമ്മൾ വരച്ചു. അപ്പോൾ ഇതും കഴിഞ്ഞു. സൺ ഓഫ് ദ ബ്രദർ ഓഫ് ഹെർ മദർ, അപ്പോൾ ഇയാൾക്ക് എന്തുണ്ടാവും, ഒരു സൺ ഉണ്ടായിരിക്കും. ഓക്കെ, കൺഫ്യൂസ് ഒന്നുകൂടെ പറയാം. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് ഇത് മനസ്സിലാക്കുന്നത്. സംഭവം സിമ്പിളാണ്, ഈ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഹെർ മദർ എന്ന ഭാഗം എടുത്തു. അപ്പോൾ ഹെർ മദർ എന്ന് പറഞ്ഞാൽ അവളുടെ മദർ ഉണ്ടാകുമ്പോൾ അവളുണ്ടാവും, ലേഡി ഉണ്ടായിരിക്കും. അവളാണ് ഈ ലേഡി, അവൾക്കൊരു മദറിനെ നമ്മൾ വരച്ചു, അവരാണ് ആര്, ഈ മദർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മദർ വരച്ചു. പിന്നെ ബാക്കിയെടുത്തു ബ്രദർ ഓഫ് ഹെർ മദർ. ബ്രദർ ഓഫ് ഹെർ മദർ എന്ന് പറഞ്ഞാൽ ഇതാ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബ്രദറിനെ കൂടെ വരച്ചു. ഇവിടെ എക്സ്ട്രാ എന്ത് ചെയ്തു, ഒരു ബ്രദറിനെ ആഡ് ചെയ്തു. അപ്പോൾ പിന്നെ അടുത്തതിൻ്റെ ബാക്കിയെടുത്തു സൺ ഓഫ് ദ ബ്രദർ ഓഫ് ഹെർ മദർ. അപ്പോൾ ഈ സൺ ഓഫ് ദ ബ്രദർ ഓഫ് ഹെർ മദർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഇവിടെ ഇയാൾക്ക് ഒരു സണ്ണിനെ വരച്ചു കൊടുത്തു. ഓക്കെ, ഒരു നേരത്തെ
ആ പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ. ആ ആ ആ അതെ അതെ ആ ആ മാന് പറഞ്ഞാൽ ആരാണ്? ഇയാളാണ്. ഓക്കെ, മാന് സൺ ഹെർ മദർ എന്ന് പറഞ്ഞതാ. ഈ ഹെർ മദർ എന്ന് പറഞ്ഞാൽ ഈ ലേഡിയുടെ മദർ എന്നാണ് ഉദ്ദേശിച്ചത്. ഈ ലേഡിയുടെ മദർ ആദ്യം മുതൽ പറയാം. ഓക്കെ, ആദ്യം മുതൽ പറയാം. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസിങ് ടു എ മാൻ. ഓക്കെ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഇവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളാണ്. ഓക്കെ, ആ ഭാഗം മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ബാക്കിൽ നിന്ന് എടുക്കാം. ഓക്കെ, ബാക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴുള്ള രീതിയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഹെർ മദർ എന്ന് പറഞ്ഞ വാക്കെടുക്കും. ഹെർ മദർ എന്ന് പറഞ്ഞ വാക്കെടുക്കുമ്പോൾ ലേഡിയുടെ മദർ എടുത്തു. ഓക്കെ, ലേഡിയുടെ മദർ എടുത്തു. ഇത് ഓക്കെ അല്ലേ? ഓരോ ഘട്ടമായിട്ട് പറയാം. ലേഡി മദർ. ഓക്കെ, പിന്നെ ബ്രദർ ഓഫ് ഹെർ മദർ, മദറിൻ്റെ ബ്രദർ എടുത്തു. ഓക്കെ, ഇവിടെ ഈ മാൻ എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ, കൺഫ്യൂഷൻ തീർത്തരാം. മാൻ ബ്രദർ ഓഫ് ഹെർ മദർ, അപ്പോൾ ഈ മദറിൻ്റെ ബ്രദർ എടുത്തു. ഓക്കെ, പിന്നെ സൺ ഓഫ് ഹെർ മദർ എടുത്തപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു? ഒരു സൺ ഇവിടെ വന്നു. അപ്പോൾ ഇവർ ക്വസ്റ്റ്യൻ ഇൻട്രൊഡ്യൂസ്, വുമൺ ഇൻട്രൊഡ്യൂസസ് എ മാൻ. ഓക്കെ, ഈ വുമൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഓക്കെ, വുമൺ ഇൻട്രൊഡ്യൂസസ് എ മാൻ ആസ്. ഓക്കെ 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 അതാ വുമണാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സൺ ഓഫ്, അപ്പോൾ ഈ ലേഡിയാണ് ആരേത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, വുമൺ ഇൻട്രൊഡ്യൂസസ് എ മാൻ. ലേഡി എന്ത് ചെയ്തു? ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ആസ് ദ സൺ ഓഫ് ഹെർ ബ്രദർ, അതായത് സൺ ഓഫ് എന്ന് പറഞ്ഞ ഭാഗം കണ്ട് എടുക്കുക. ഓക്കെ, ഹെർ മദേഴ്സ് ബ്രദർ എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗം എടുക്കുക. ഓക്കെ, ഇവിടെ രണ്ട് ഭാഗമായിട്ട് വേർതിരിക്കാം. സൺ ഓഫ്, ഓക്കെ, ബ്രദർ ഓഫ് ഹെർ മദർ. ഓക്കെ, അപ്പോൾ ഈ ലേഡി ആരാണ്? ഇയാളാണ്. ഈ ലേഡിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരെ? ഈ മാനെ. എന്നിട്ട് പറയുന്നത് എന്താണ്? സൺ ഓഫ് ഹെർ ബ്രദർ, സൺ ഓഫ് ദ ബ്രദർ ഓഫ് ഹെർ മദർ. സൺ ആദ്യം വരച്ചു, ബ്രദർ ഓഫ് ഹെർ മദർ. ഹെർ മദർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലേഡിയാണ് കേട്ടോ. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലേഡിയുടെ മദറിൻ്റെ ബ്രദറിൻ്റെ മകനാണ് ഇവിടെ ഇയാൾ. ഓക്കെ എന്നല്ലേ? ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ ഇവിടെ ആദ്യം ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ഒന്നുകൂടെ പറയാം. ഓക്കെ, വുമൺ ആണ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലേഡി. ഓക്കെ, അവിടെ കട്ടെ. ഹെർ മദർ. ഓക്കെ, ഹെർ മദർ ബാക്കിൽ നിന്ന് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചതാണ്. ബ്രദർ ഓഫ് ഹെർ മദർ, വീണ്ടും നമ്മൾ ബ്രദർ ഓഫ് ഹെർ മദർ. പിന്നെ സൺ ഓഫ് ദ ബ്രദർ ഓഫ് ഹെർ മദർ, സൺ ഓഫ് ദ ബ്രദർ ഓഫ് ഹെർ മദർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? മാപ്പ് കിട്ടി. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. എ വുമൺ ഇൻട്രൊഡ്യൂസസ് എ മാൻ ഹാസ് ദ സൺ ഓഫ് ദ ബ്രദർ, സൺ ഓഫ് മകൻ ആരുടെ? അവളുടെ മദറിൻ്റെ സഹോദരൻ്റെ ബ്രദർ, അവളുടെ മദറിൻ്റെ സഹോദരൻ്റെ ബ്രദർ. അപ്പോൾ ഈ വാക്ക് ഇങ്ങനെ ഒന്നിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുള്ളൂ. ബ്രദർ ഓഫ് ഹെർ മദർ, ഇവിടെ ഒന്നിച്ച് സെൻറ്റൻസ് വരുന്നുണ്ട്. പിന്നെ സൺ ഓഫ് എന്ന് പറഞ്ഞാൽ വേറെ വേർഡ് കൊടുക്കണം, അപ്പോഴാണ് കൺഫ്യൂഷൻ തീരുള്ളൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മാൻ റിലേറ്റഡ് ടു വുമൺ. ഓക്കെ, ഈ മാന് വുമൻ്റെ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 3-4 ഓപ്ഷൻ ഉണ്ട്. നെഫ്യൂ, അതുപോലെ തന്നെ സണ്ണ്, കസിന്, അങ്കിൾ. ആരായിരിക്കും? പറയൂ. യെസ്, കസിനാണ്. ഓക്കെ അല്ലേ? ഡൗട്ടില്ലല്ലോ? ഓക്കെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, പോയിൻറ്റിങ് ടു എ മാൻ ഇൻ ദ ഫോട്ടോഗ്രാഫ്, വുമൺ സെഡ് ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്യൂ.
സ്ക്രീനിലേക്ക് നോക്കരുത്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആൻസർ പറയാം. 4 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. സിസ്റ്റർ, ഓണ്ട്, ഗ്രാൻഡ് മദർ, മദർ. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്തിട്ട് പറയാം, സ്ക്രീനിലേക്ക് നോക്കരുതേ. സംഭവം സിമ്പിളാണ്. ചെയ്തോ? ഓക്കെ, എല്ലാവർക്കും മദറാണോ കിട്ടിയത്? ചില ആൾക്കാർക്ക് വ്യത്യാസമുണ്ട്. ഓക്കെ, അത് സിമ്പിളാണ്. ഇത് മദറാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം, എങ്ങനെയാണ് നോക്കാം. ഓക്കെ, പോയിൻറ്റിങ് ടു എ മാൻ ഇൻ എ ഫോട്ടോഗ്രാഫ്, വുമൺ സെറ്റ്. പറയുന്ന ആൾ ആരാണ്? വുമൺ ആണ്. ഓക്കെ, അപ്പോൾ ഹെർ മദർ എന്ന് പറഞ്ഞാൽ ഒരു ലേഡി ഉണ്ടാവുമല്ലോ. ഹെർ മദർ, ബാക്കിൽ നിന്ന് നോക്കാം, മുന്നിൽ നിന്ന് നോക്കാം കേട്ടോ. ഹെർ മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. ഇനി ബാക്കിൽ നിന്ന് പറയാൻ, ബാക്കിൽ നോക്കാം. മൈ മദർ അവസാനത്ത് നോക്കാം, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, മൈ മദർ എന്ന് പറയുമ്പോൾ ഒരു ലേഡി ഉണ്ടാവും. ആരാണ് ഈ പറയുന്നത്? ഈ ആൾ ആണ് പറയുന്നത്, മൈ മദർ. അപ്പോൾ മീ, ഞാനിവിടെ പറയുന്നു മൈ മദർ, ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. ഓക്കെ, ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ എന്ന് പറഞ്ഞാൽ ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ ആര്? എൻ്റെ മദറിൻ്റെ ഓൺലി ഡോട്ടറാണ്. അപ്പോൾ ഒരു ഡോട്ടറേ ഉള്ളൂ ഓഫ് മൈ മദർ. അപ്പോൾ ഇങ്ങനെ വരക്കും, ഇങ്ങനെ താഴത്തേക്ക് ആണ് വരയ്ക്കുക. 3 ജനറേഷനായിട്ട് വരക്കും. ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. ഓക്കെ, അപ്പോൾ ലേഡിയുടെ മദറിൻ്റെ ഓൺലി ഡോട്ടറാണ് ആര്? ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ മദർ. ഓക്കെ അല്ലേ? കൺഫ്യൂസിങ് ആയോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സീനത്ത്, നിത? ആ, ഓക്കെ, ക്ലിയർ അല്ലേ? അമീന? ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് ഇനി ഒരു 30 ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സെഷൻ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം എന്നാ ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. അടുത്ത സെഷൻ ആകുമ്പോഴേക്ക് ഇത് ക്ലിയർ ആവണം. ഇതിലെല്ലാ ക്വസ്റ്റ്യനും വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ ഇതിൻ്റെ താഴെ തന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി. ഓക്കെ.